അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാതെ ഈ 2024 അവസാന മണിക്കൂറിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നന്ദി പറയാൻ പറ്റുന്നവർ മുഴുവനൊന്ന് നന്ദി പറയാൻ. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാദപീഠത്തിലോട്ട് അടുക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കുമായിട്ട് എത്ര പേര് ഇതിനകത്ത് സാക്ഷ്യം പറയാത്ത ഒത്തിരി പേരുണ്ടല്ലോ. അവരെല്ലാം കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് സങ്കീർത്തനക്കാരനോട് ചേർന്നെന്ന് പറയാമോ? അവൻ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും വിടുവിച്ചതിനായി ആ വലിയവനായ ദൈവത്തെ ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് 10 കുഷ്ഠരോഗികൾ വന്നു. ആ 10 കുഷ്ഠരോഗികളും ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമെന്ന് പറഞ്ഞു. യേശുവേ ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവരോട് കരുണ കാണിച്ചു. ആ കാലഘട്ടങ്ങളിൽ പുരോഹിതനാണ് ഹല്ലേലൂയ സൗഖ്യം ഉറപ്പിക്കുന്നത്. അവർ പുരോഹിതൻ്റെ അടുക്കലേക്ക് പോകുന്ന വഴിയിൽ തന്നെ അവർ സൗഖ്യമായി. പക്ഷെ ഒരു ശമരിയക്കാരൻ മാത്രം ആ സൗഖ്യം കണ്ടിട്ട് സൗഖ്യം തന്നവൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നു. ഈ കൊല്ലം പട്ടണത്തിൽ അനേകർ സൗഖ്യമായിട്ടുണ്ട് കേട്ടോ. അനേകർ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരൊന്ന് കര ഉയർത്തിപ്പിടിച്ചു. ഞാൻ ഈ മിനിറ്റിൽ നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത്, കഴിഞ്ഞ മിനിറ്റുകൾ പ്രാർത്ഥിക്കുമ്പോൾ അനിത സിസ് പറഞ്ഞു, ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരിയുടെ കണ്ണിൻ്റെ മുമ്പിലോട്ട് തീ പാസ് ചെയ്യുന്നത് പോലെ അറിയാം, ഭയങ്കര ഭാരമായി കണ്ണുവേദനയുമായിട്ട് അവിടെ വന്നിരുന്നത് ആ സെക്കൻഡിൽ കർത്താവ് സൗഖ്യമാക്കി. ലോകത്തിന് ഇന്നും യേശു സൗഖ്യമാക്കുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ എനിക്കും നിങ്ങൾക്കും അനുഭവമാണ്. ഇന്ന് രാത്രി ഓരോ സാക്ഷ്യവും ലോകം മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തം വെളിപ്പെട്ട് വരികയാണ്. വാഗ്ദത്തം ചലിക്കുകയാണ്. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ, അപ്പാ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകൾക്കായി നന്ദി, അളവില്ലാത്ത ഞങ്ങളുടെ സ്നേഹത്തിനായി നന്ദി. ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോടൊന്ന് പറയൂ, ചില മിനിറ്റുകൾ ഞങ്ങൾ നന്ദിയുള്ളവരാണപ്പാ. അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ശമരിയക്കാരൻ വന്ന ആ പാദപീഠത്തിൽ വീണുകൊണ്ട് കർത്താവിനോട് നന്ദി പറയുക. അപ്പാ, അതേപോലെ എത്ര പേരൊന്ന് കര ഉയർത്തിപ്പിടിച്ച് ചില മിനിറ്റുകളൊന്ന് നന്ദി പറയും. നന്ദി പറയുന്നവരുടെ ജീവിതത്തിൽ വലിയ വലിപ്പങ്ങൾ സംഭവിക്കും. കാരണം സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്നു. ഈ 2024 മുഴുവൻ വീഴാതെ നടത്തിയ ദൈവത്തിനായി ഞങ്ങൾ 1000 നന്ദി പറയുകയാണ്. ചില മിനിറ്റുകളൊന്നും നന്ദി പറയാൻ പറ്റുന്നവർ അതരം ചലിപ്പിച്ച് എനിക്കറിയാം, ജോൺസ് ഹല്ലേലൂയ ആഫ്രിക്കയ്ക്ക് ഒത്തിരി ദൂരെ നിന്ന് അവിടെ വന്ന് നിൽക്കുന്നത്, ശാരീരികമായി ബുദ്ധിമുട്ടുകൾ തനിക്കുണ്ട്. എങ്കിലും ഈ രാത്രിയിൽ താൻ നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നടുവിൽ നിൽക്കുന്നത്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ചില മിനിറ്റുകളും നന്ദി പറഞ്ഞ് ചില മിനിറ്റുകളും നന്ദി പറഞ്ഞ് അളവില്ല സ്നേഹത്തിനാ എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് മാനുഷികമായി മറ്റൊന്നും നോക്കാതെ അളവില്ല സ്നേഹത്തിനാ സൂമിൽ ശ്രദ്ധിക്കുന്നവർ ഒരുമിച്ച് കരം ഉയർത്തിപ്പിടിക്കുന്നു. നാം ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നില്ലായിരിക്കാം, എങ്കിലും ഇതുവരെയും നടത്തിയ കർത്താവിന് ഈ 1 മണിക്കൂർ മതി നിന്റെ വിഷയത്തിന് മറുപടി കൊണ്ടുവരുവാൻ. അടുത്ത മിനിറ്റുകൾ നിന്റെ വിഷയത്തിന് മറുപടിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോടൊന്ന് പറഞ്ഞു, അപ്പാ നന്ദി. നിന്നിൽ പ്രസാദിക്കുന്ന കർത്താവ്, നിന്നിൽ മനസ്സലിയുന്ന കർത്താവ്, നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്തത് ചിലത് പകരാൻ പോകുന്ന കർത്താവ്. ഞാൻ ആത്മാവിൽ ഒരു പ്രവചന ശബ്ദം ഇതിനകത്ത് റിലീസ് ചെയ്യുന്നു. മറഞ്ഞിരിക്കുന്ന ചിലത് ഓപ്പണായി വരാൻ പോകുന്നു. ദൈവത്തിനത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ അക്കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
ഈ രാത്രി നിന്റെ വാഗ്ദത്തത്തിന്റെ രാത്രിയാണ്. ഇത് നിനക്ക് വേണ്ടി അത്ഭുതത്തെ വെളിപ്പെടുത്തുന്ന രാത്രി.